ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതെന്ന് നോക്കാം. വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഒരു പൂർണ്ണത എത്തിയ പോലത്തെ ഒരു എനർജിയാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ട്രാവൽ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളിലുള്ള ആ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി, അതായത് ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് ഇന്ന് കൂടുതലായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പം ചില ആൾക്കാർക്ക് ഇത് ഫാഷനുമായി ബന്ധപ്പെട്ട്, ഇപ്പം ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു പുതിയ കാര്യം ചിലപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. പുതിയ ഒരു പ്രോഡക്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. മാത്രമല്ല, നിങ്ങൾ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ്. അതാണ് പൂർണ്ണതയിലെത്തി എന്ന് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ എഫേർട്ടും ഒക്കെ അതിന് അനുസരിച്ചുള്ള ഫലം തരുന്നു എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള തോന്നലുണ്ടായിരുന്ന ആൾക്കാർക്ക് എവിടെയൊക്കെയോ നമ്മളുടെ പ്രാർത്ഥനകൾ ബ്ലോക്കായി പോകുന്നു എന്നുള്ള അങ്ങനെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറിയിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സംതൃപ്തി തോന്നുമല്ലോ. അങ്ങനത്തെ ഒരു സംതൃപ്തി ഇന്നത്തെ ദിവസം കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ശരിക്കും എഫേർട്ട് ഇടണം കേട്ടോ. നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിലും അതിന് എഫേർട്ട് ഇടുക. കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, പ്രാണായാമം ചെയ്യാൻ ശ്രമിക്കുക. പലതരത്തിലുള്ള പ്രാണായാമാസം ഉണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിലുള്ള കുറേ നെഗറ്റിവിറ്റീസൊക്കെ ഈ പ്രാണായാമയിലൂടെ പുറത്തു പോകും. അപ്പോൾ ആ പ്രാണായാമം ചെയ്തതിന് ശേഷമാണ് നമുക്ക് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റണത്. അല്ലാതെ സാധാരണ വെറുതെ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടൂല കേട്ടോ. ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടൂല. കാരണം കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാണായാമം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇരുന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ എൻജോയ് ചെയ്യാൻ പറ്റും, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. മാജീഷ്യനാണ് ഇത്. ഈ ഒരു റീഡിങ്ങിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരു പൂർണ്ണതയിലെത്തി എന്ന് പറഞ്ഞു, എത്തുന്ന ഒരു ഫീലിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിൽ ആദ്യത്തെ നമ്മുടെ മേജർ അർക്കാനയിലെ ആദ്യത്തെ കാർഡ് മജീഷ്യനാണ്, അവസാനത്തെ കാർഡ് വേൾഡ് കാർഡുമാണ്. അപ്പോൾ ഈ 1 മുതൽ 21 വരെയുള്ള ആ ഒരു കാർഡുകൾ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരുപാട് കഷ്ടതയും പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ താണ്ടി ഇപ്പോൾ ഒരു സെറ്റിലായ പോലത്തെ ഒരു അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകുന്നു. നിങ്ങൾ ആ ഒരു അവസ്ഥയിലുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് ഇപ്പം നിങ്ങളുടെ കൈയാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളെ സഹായിച്ചവരും സപ്പോർട്ട് ചെയ്തവരും ഒക്കെ കാണാം. പക്ഷേ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് നിങ്ങൾ തന്നെയാണെന്നാണ്. കാരണം ദൈവം നിങ്ങളെ അതിനായിട്ട് നിയോഗിച്ച ആൾക്കാരാണെന്നൊരു സ്വയം തോന്നലുണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ സ്ട്രഗിളൊക്കെ വന്നതൊക്കെ അത് നീക്കേണ്ടത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു യാത്ര സക്സസ് ആണ് എന്ന് തോന്നുന്ന ആൾക്കാരാണിത്
കുറേ അധികം ആൾക്കാർ ഇത് കാണുന്നത്, അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവും അതിലൊരു സംശയവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. പിന്നെ ഇതിൽ സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇപ്പം ഹീലിംഗ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാണുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു ഹീലർമാരാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ അത്രയും എനർജി ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും സക്സസ് ആക്കാൻ പറ്റും. പക്ഷെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറവാണ്. ചിലപ്പോൾ അത് പാസ്റ്റിൽ നമ്മളുടെ തന്നെ മണ്ടത്തരങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും അയ്യോ എനിക്ക് എന്നെ കൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും തോൽവിയാണല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെ അല്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ മജീഷ്യനാണ്, നിങ്ങൾക്ക് ഒരുപാട് പവറുണ്ട്, നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു പവറുണ്ട്. നിങ്ങളുടെ കയ്യിലാണ് കൂടുതൽ പവർ. അപ്പോൾ അത് നമ്മളുടെ കാര്യങ്ങൾ കൂടുതലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ കയ്യിലാണ് പവർ ഉള്ളത്, നമ്മളുടെ കൂടെയുള്ളവർക്ക് ഉള്ളതിനേക്കാളും പവർ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ പോസിറ്റീവായിട്ട് എന്ത് മാനിഫെസ്റ്റ് ചെയ്യുമോ ആ ഒരു കാര്യം സംഭവിക്കും. കാരണം പൂർണ്ണതയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാണ്. കാരണം ഈ സെയിം ടൈം നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും ആ കാര്യം നടക്കും. അപ്പോൾ അത് മനസ്സിലാക്കി ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി ഒന്ന് കറക്റ്റാക്കി വെക്കുക, പോസിറ്റീവാക്കി വെക്കാൻ ശ്രമിക്കുക. അടുത്തൊന്ന് 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ ചില ആൾക്കാർ ഇതിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ആ ഒരു സന്തോഷ നിമിഷങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇന്ന് ചിലപ്പം പല ആൾക്കാർക്കും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ആൾക്കാർ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ വീണ്ടും റീകണക്ട് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം കുറേ മെമ്മറീസ് നിങ്ങൾക്ക് വന്നേക്കാം. നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ സംഭവിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ അതിൻ്റെ മെമ്മറീസ് നിങ്ങൾക്ക് ഇന്ന് വളരെ ഒരു തിരമാല പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നേക്കാം. പക്ഷെ അത് പോസിറ്റീവാണ് കേട്ടോ. അത് അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കി എടുക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സ്വപ്നം കാണുക, നല്ല സ്വപ്നം മാത്രം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ് എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരു ഓഫറുമായിട്ട്, ഒരു ലവ് ഓഫറുമായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം, ഒരുപാട് പ്രണയവുമായിട്ട് വരാം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം, ഇതിൽ കുറച്ച് ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. ചിലപ്പോൾ നിങ്ങൾക്കത് ചിലപ്പം തിരിച്ചറിയാൻ പറ്റൂല. കാരണം പല ആൾക്കാരും ആദ്യം ഭയങ്കര സ്നേഹത്തിൽ നിങ്ങൾക്ക് വളരെയധികം മൂല്യം തന്നുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരും. പിന്നെ ചില ബൗണ്ടറീസൊക്കെ കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് ഒരു മൂല്യവും തരൂല. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പം ശരിക്കും ഇൻസൾട്ടഡ് ആകും. അങ്ങനെയുള്ള കാര്യം ചെയ്യാതിരിക്കുക. ഇന്ന് വരുന്ന ഓഫർ എന്താണ് നിങ്ങൾ ആലോചിക്കുക. ഈ വ്യക്തി എങ്ങനെയുള്ളതാണെന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ശ്രമിക്കുക. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഒരു കാഴ്ചയിലുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സംസാര രീതി കൊണ്ടോ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു അപ്പിയറൻസ് കൊണ്ടോ ഒക്കെ ഒരിക്കലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നൊരു ഓഫർ സ്വീകരിച്ച് അത് ഒരു ഡീപ്പിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്ന് ഒരു ഗ്രീഡി എനർജി ഉണ്ട് കേട്ടോ. കുറച്ച് അത്യാഗ്രഹം എന്ന് പറയാം. ഇതിനകത്ത് എങ്ങനെയാണ്, കാരണം കുറച്ച് അത്യാഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മളുടെ ആവശ്യങ്ങളാണെങ്കിൽ അതൊരു കുഴപ്പമില്ല. നമുക്ക് അത്യാഗ്രഹം നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നതിൽ അത്യാഗ്രഹിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ജീവിക്കാൻ പൈസ വേണം. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കണം. മണി എനർജി എന്ന് വെച്ചാൽ ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. അപ്പം അതിലേക്ക് എത്തണമെങ്കിൽ പോലും അത് വളരെ ബുദ്ധിമുട്ടാണ്, ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്താൻ. അപ്പോൾ നമ്മൾ ഒരുപാട് ചിലവാക്കി കഴിഞ്ഞ ആൾക്കാരെ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾ ചിലപ്പം തീരുമാനിക്കുന്നുണ്ടായിരിക്കും അനാവശ്യമായിട്ട് ചിലവഴിക്കേണ്ട, പൈസ ഒരുപാട് ചിലവഴിക്കേണ്ട, ഒരു പിശുക്ക് കാണിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നു. സേവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. അത് നല്ലതായിട്ട് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ. പക്ഷേ ഈ പൈസ ഒരു കർമ്മ ഇല്ലാത്ത പൈസ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ വെക്കേണ്ടത്, നമ്മൾ സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ കർമ്മയും കൂടെ നമ്മൾ എടുത്ത് അതും കൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ വേറൊരാളിൻ്റെ ഒരു കാര്യം നമ്മൾ, പ്രത്യേകിച്ച് പൈസ, അത് നമ്മൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് വരുന്നത് അത്
ജെനുവിനായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അത് അർഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അർഹിക്കാത്ത പൈസ ഒരാളുടെ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ അവരുടെ കർമ്മ കൂടി നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പലപ്പോഴും അറിയാലോ ദാനം ചെയ്യണം എന്ന് പറയുന്നത്. ദാനം ചെയ്യുന്നത് നമ്മളുടെ കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കർമ്മയിലൂടെ നമുക്ക് പലപ്പോഴും ആ ദാനം ചെയ്യുന്ന ആളിൻ്റെ ഒരു കർമ്മ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുണ്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ. കർമ്മ എന്ന് പറയുന്നത് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പല പല ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇന്ന് നിങ്ങൾ സേവ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ആർത്തിയോടെ പൈസ, ചിലപ്പോൾ ഉള്ള പൈസയൊക്കെ ഇങ്ങനെ ബാങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് എന്നൊക്കെ ചിന്തിച്ച് കണക്ക് കൂട്ടി ഒക്കെ ഇരിക്കുന്നൊരു എനർജി ഉണ്ട് കേട്ടോ ഇന്ന്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ എനർജി ഒരു ഈഗോയൊന്നും ഇല്ലാതെ എല്ലാം മനസ്സിലാക്കി എല്ലാം അറിയാം, എന്നാലും അതിന് ഒരു എക്സ്പ്രഷൻസും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. നിങ്ങൾ അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും അതൊക്കെ വരും പോകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് കാണുന്നത്. നമ്മളുടെ മുന്നിൽ എന്തൊക്കെ സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അഹംഭാവം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഇപ്പം കൂടുതൽ ആൾക്കാർക്കും അങ്ങനെയാണ്. ഇപ്പം അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു അഹംഭാവവും മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഒരുപാട് കണ്ട് അറിഞ്ഞ ആൾക്കാർ ഒന്ന് കണ്ടാലും ഒരു അഹംഭാവം അവർക്ക് തോന്നൂല. അപ്പം അങ്ങനെ ഇരിക്കുന്ന വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ മെച്യൂർഡായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. എല്ലാവരോടും സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളുടെ ഈ ഒരു കാര്യത്തെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻഡ് ആയി പോയി എന്നാണ് കാണുന്നത്. അപ്പം കുറേ വർഷങ്ങളായിട്ട് സഹിച്ചൊരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് എണീക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് നിന്നും എണീറ്റ് നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് ജീവിതം സക്സസ്ഫുൾ ആക്കിയ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പം അവരുടെ ഒരു എനർജിയാണ്. കാരണം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റൂല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റൂല, അല്ലെങ്കിൽ ഇവിടെ വീണ് പോയെടുത്തുനിന്ന് എണീക്കാൻ പറ്റൂല എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാർ അവിടെ നിന്ന് നിങ്ങളുടെ മാത്രം പ്രയത്നം കൊണ്ട് എണീറ്റു നിങ്ങൾ ജീവിതം സക്സസ്ഫുൾ ആക്കി എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും നമുക്കൊരു പ്രൗഡ് എന്നൊക്കെ പറയണത് നമ്മൾ സ്വന്തം എഫേർട്ട് കൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോഴാണ്. നമ്മൾ കുറേ ആൾക്കാർ നമ്മളെ സഹായിച്ച് നമ്മൾ സക്സസ് ആകുന്നതും, അല്ലെങ്കിൽ നമ്മളുടെ കുറേ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ച സ്വത്ത് കൊണ്ട് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നതും, നമ്മൾ സ്വയം പ്രയത്നിച്ച് നമ്മൾ ജീവിക്കുന്നതും അതിൽ സക്സസ് ഉണ്ടാകുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം പ്രയത്നം കൊണ്ട് നന്നായ ആൾക്കാരുടെ എനർജി ഉണ്ട്. ഇല്ലെങ്കിൽ കുറേ ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എന്നെ ഒന്ന് കൈപിടിക്കാനുമില്ല, ആരും വേണ്ടെന്ന് വിചാരിക്കുക. കാരണം എന്തിനാണ് കുറേ ആൾക്കാരുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്ന് എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ ആ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻ്റെ ആയിട്ടാണ് ഈ ഒരു പുതിയ തുടക്കം, അതിൽ നിങ്ങൾ ഫുൾഫിൽ ആവുകയും ചെയ്യും എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാം. 10 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ് ഇന്ന്. അത് തന്നെയാണല്ലോ കാണുന്നത്. കാരണം ഈ 10 ഓഫ് സോഡ്സിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ 10 ഓഫ് പെൻറ്റാക്കിൾസ്. ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ അതിൻ്റെ എക്സ്ട്രീമിലി ഓപ്പോസിറ്റായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് പാസ്റ്റിൽ ഇല്ലായിരിക്കാം, ഇപ്പം ഫാമിലി നിങ്ങളെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും അബണ്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പോണത്. അത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് പ്രസൻറ്റിൽ എന്താണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ ആ സ്ട്രഗിളൊക്കെ എൻഡ് ആകുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ആ ഒരു നല്ല എനർജിയെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നാണ് ഡിവൈൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും നമുക്ക് കാർഡ്സ് എടുക്കാം. എന്താണ് ഡോട്ട് സ്പിരിറ്റാണ്. അപ്പം നിങ്ങൾ ആ
സ്പിരിച്വൽ റീലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സണാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായി. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന കാര്യം അതില്ലാതായിപ്പോയി. മാത്രമല്ല ഓരോന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത്, ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നത് എല്ലാം ദൈവം എടുത്തു മാറ്റിയിട്ടുണ്ടായിരിക്കും. നമ്മൾ കൃഷ്ണൻ്റെ ആ ഒരു കഥയിലുണ്ട്. ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് അതിന്ന് ഓരോന്നായിട്ട് നമ്മളിൽ നിന്ന് എടുത്തു കളയും. അത് നമ്മൾ ദൈവത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നാൽ നമ്മൾക്ക് വളർച്ചയില്ല എന്ന് ദൈവത്തിനറിയാലോ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങളിലുപരി ദൈവത്തിൻ്റെ പദ്ധതിയിലൊന്നാണത്. കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിട്ട് എല്ലാ കാര്യത്തിലും എല്ലാവരെയും ഇഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളിൽ ചില വ്യക്തികളിലോ ചില കാര്യങ്ങളിലോ ഇങ്ങനെ അഡിക്റ്റഡ് ആയിരിക്കും. അപ്പം നമുക്ക് നമ്മളുടെ തോട്ട് മുഴുവൻ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു ഡീപ്പായിട്ടുള്ള ഉറക്കത്തിൽ പോകുന്നതിൽ ആ സമയം ഒഴികെ ബാക്കി എല്ലാ സമയവും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇവര് ആ ശ്വാസം പോലും നമ്മൾ ശ്വാസത്തിൽ പോലും അവരായിരിക്കും. അങ്ങനെ ആയിരുന്ന ആൾക്കാരെയാണ് ദൈവം ആദ്യമായിട്ട് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റുന്നത്. കാരണം അത് അവർ വലിയ പെയിൻ തരും നിങ്ങൾക്ക്. ആ പെയിനിലൂടെയാണ് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. കാരണം അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു വ്യക്തിയുടെ പിറകെ ഒരു സൂര്യന് ചുറ്റും ഇങ്ങനെ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ചുറ്റുന്നത് പോലെ നിങ്ങൾ അങ്ങനെ നടക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. നിങ്ങൾ ഈ ഭൂമിയിൽ എന്തിനാണ് വന്നത് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പം അത് മനസ്സിലാക്കാനും നിങ്ങളുടെ ആ സോളിൻ്റെ പവറിലേക്ക് എത്തി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ട കർമ്മങ്ങളും നിങ്ങൾ അറിയേണ്ട എക്സ്പീരിയൻസും ഇതിന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾക്ക് ആദ്യം ശരിക്കും വേദനകളായിരിക്കും തരുന്നത്. പിന്നീടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ്. അതാണ് ഡോർ ടു സ്പിരിറ്റാണ്. നിങ്ങൾ ആ സ്പിരിറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വഴി തുറന്നു തരുന്നു. നിങ്ങളത് ആ വഴിയിലൂടെ നിങ്ങൾ അകത്തേക്ക് കയറുക. ഒരു ഡോറ് നിങ്ങൾക്ക് ഓപ്പൺ ആണ്. കാരണം അത് നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ വേൾഡിലുള്ള ഒരു കാര്യമല്ല. അത് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ല. അതിലുപരി നമുക്ക് ഒരു സ്പിരിച്വൽ പാത്തിലോട്ടുള്ള ഒരു വഴി ഇന്ന് തുറന്നു തരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വഴി തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഒന്ന് എൻ്റർ ചെയ്താൽ മാത്രം മതി. അപ്പം അവിടുത്തെ ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു അവിടേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നിങ്ങൾക്കൊരു പൂർണ്ണതയൊക്കെ കിട്ടുന്നത് അവിടെയാണ്, ഇവിടെ അല്ല എന്നുള്ളതാണ്. നമ്മൾ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം ഭൂമിയിലെ നമ്മൾ ഇപ്പം ജീവിക്കുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസും അത് നമ്മൾ എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് ആ ഒരു വേറൊരു തലത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത്. അപ്പം അതിന് തയ്യാറായ ആൾക്കാരാണ് അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നൊരു ബോധം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്. അടുത്ത ഡോർ ടു റൊമാൻസ്. അപ്പം ഇത് രണ്ടുമുണ്ട്. ഇതിൽ നമുക്കൊരു ചിലപ്പോൾ നിങ്ങൾക്ക് 2 ചാൻസസ് ദൈവം തന്നിട്ടുണ്ടായിരിക്കാം. 2 കാര്യങ്ങൾ. ഇത് ഒന്ന് ഈ സ്പിരിറ്റിലേക്ക് പോകാം, പിന്നെ നിങ്ങൾക്ക് റൊമാൻസിലേക്കും പോകാം. ചിലപ്പോൾ ഈ സ്പിരിറ്റ് വേൾഡിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൾറെഡി ഒരു വലിയ പ്രണയം നിങ്ങളോട് തന്നെ അല്ലെങ്കിൽ ദൈവത്തോട് തന്നെയുള്ളൊരു പ്രണയം നിങ്ങൾക്ക് ഉണ്ടാകാം. പിന്നെ അത് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പ്രണയം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടാകാം. പക്ഷെ ആ പ്രണയം നിങ്ങളെന്ന് കൂട്ടിലടയ്ക്കും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ആ ഒരു പ്രണയം നിങ്ങളെ സ്വാതന്ത്ര്യം തരാതെ ചിലപ്പോൾ കൂട്ടിലടച്ചേക്കാം. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വാതിൽ തുറന്നായിരിക്കണം ഈ സ്പിരിറ്റ് വേൾഡിലേക്ക് പോവേണ്ടത്. അപ്പം നമ്മളെ എന്താണോ ബ്ലോക്ക് ചെയ്യുന്നത്, നമ്മളെ ഈ ജന്മത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിനോ നമ്മളുടെ ഇഷ്ടങ്ങൾക്കോ നമ്മളുടെ പർപ്പസിനോ എതിരായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ ഡോറ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. അത് ഓപ്പൺ ചെയ്ത് വെക്കരുത്. കാരണം അത് കൂടുതൽ ആൾക്കാർക്കും അതൊരു പ്രണയമായിരിക്കാം. ആ ഒരു പ്രണയമാണ് നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ആ ഒരു കൂട്ടിലിടുന്ന ആ ഒരു ഇതിനകത്തൊരു കൂടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് വിടുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പം നമുക്ക്
ഡിസൈഡ് ചെയ്യാം, നമുക്ക് എവിടെ പോകണം, നമ്മൾ എന്താകണം എന്നൊക്കെ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ മാൻ ഹോൾഡിങ് എ ഹേർട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു പ്രണയവുമായി ആരോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. പക്ഷേ നമ്മൾ ഒരിടത്തും ഒരാളും അടച്ചിടാനുള്ളൊരു അവസരം ഉണ്ടാക്കരുത്. അത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. ഈ അടച്ചിടുന്ന ഒരു അവസരം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അവർ നമ്മളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യേണ്ടെന്നുള്ള അല്ല, പക്ഷേ ആവശ്യത്തിലധികം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതിന് എതിരാകുന്ന ആൾക്കാരുണ്ട്. അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളൊരു കൂട്ടിലായിപ്പോവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.